മുന്നണികളും വല്ലാതെ അപജയിച്ചതിന്റെ ദുർഗന്ധങ്ങൾ സമൂഹത്തിൽ വല്ലാതെ പടരുന്ന ഇക്കാലത്ത് മുന്നണി ബന്ധങ്ങൾ പൊളിച്ചെഴുതുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ശുഭോദർക്കമാണ്. ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ലീഗ് നേതാവ് MK മുനീർ CPIയോട് കോൺഗ്രസുമായി ദേശീയ തലത്തിൽ ഐക്യമുണ്ടാക്കണം എന്ന് നടത്തിയ ആഹ്വാനം ഈ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് കരുതാം. ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നതിന് അനുസരിച്ചാവും കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയം. എല്ലാം ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങാൻ കാലമായി. 1979 ഇന്നത്തെ ഇടതുമുന്നണിയുടെ ചർച്ച തുടങ്ങുമ്പോൾ EMS മുന്നോട്ട് വെച്ച നിബന്ധനയാണിത്. തങ്ങൾക്കിപ്പോൾ അതുണ്ട് ഇതുണ്ട് എന്നൊന്നും പറയണ്ട. ഏതെല്ലാം നിയമസഭാ മണ്ഡലത്തിൽ തങ്ങൾക്ക് ശക്തിയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച തുടങ്ങണം. ഓരോ പാർട്ടിക്കും അവർക്ക് അർഹതപ്പെട്ട സീറ്റുകൾ കിട്ടും. ജയിച്ചു വരുന്ന MLA-മാരുടെ എണ്ണം അനുസരിച്ച് മന്ത്രിമാർ. മുഖ്യമന്ത്രി പദവി കിട്ടുന്ന കക്ഷിക്ക് അതിനനുസരിച്ച് മറ്റു മന്ത്രിമാരുടെ എണ്ണത്തിൽ കുറവ് വരും. വകുപ്പുകളുടെ കാര്യത്തിലും പാർട്ടിയുടെ ജനപിന്തുണ അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. 1969 അച്യുത മേനോൻ മുഖ്യമന്ത്രിയായപ്പോൾ CH ആയിരുന്നു ആഭ്യന്തരമന്ത്രി. 1970 അത് കരുണാകരനായി. 1977 കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ അത് മാണിക്കായി. 1980 നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ TK ആയിരുന്നു ആഭ്യന്തരമന്ത്രി. 1981 കരുണാകരൻ തിരിച്ചു വന്നപ്പോൾ ഉമ്മൻചാണ്ടി. 1982 വയലാർ രവി. ആ മന്ത്രിസഭയുടെ കാലത്താണ് കരുണാകരൻ ആഭ്യന്തരം പിടിച്ചെടുത്തത്. അന്ന് രവിയിൽ നിന്ന് ആഭ്യന്തരവും മാണിയിൽ നിന്ന് ധനകാര്യവും പിടിച്ചെടുക്കാൻ കരുണാകരൻ നടത്തിയ കളികൾ കുപ്രസിദ്ധമായിരുന്നു. മുന്നണിയെ വല്ലാതെ തോൽപ്പിച്ച ഒരു നീക്കമായിരുന്നു അത്. 1987 നായനാരും 1991 കരുണാകരനും 1996 നായനാരും 2001 ആന്റണിയും അങ്ങനെ തുടർന്നു. എന്നാൽ 2006 VS-ന് ആഭ്യന്തരം കിട്ടിയില്ല. പകരം കോടിയേരിക്കായിരുന്നു. ഇന്ന് ഏതെങ്കിലും മുന്നണിയിൽ ഒരു ഘടകകക്ഷിക്ക് ആഭ്യന്തര വകുപ്പ് ചോദിക്കുവാൻ ധൈര്യമുണ്ടോ? പാർട്ടികളുടെ അന്തസ്സും വിലപേശൽ ശക്തിയും കൂട്ടായ്മയും വർദ്ധിക്കുവാൻ ഒരു പൊളിച്ചെഴുത്ത് നല്ലതാണ്. ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയാണ് മുന്നണികൾ രൂപം കൊണ്ടത്. മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും പദ്ധതികളും വികാരങ്ങളും ഉൾക്കൊണ്ട് രൂപം കൊടുക്കുന്ന ഒരു കർമ്മ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കക്ഷികളും വലിപ്പച്ചെറുപ്പമില്ലാതെ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി കൂട്ടായി പ്രവർത്തിച്ച് വിജയിക്കുന്നതിനാണ് മുന്നണികൾ ഉണ്ടാക്കപ്പെട്ടത്. സ്വാതന്ത്ര്യ സമ്പാദന കാലം മുതലേ കേരളത്തിൽ മുന്നണികൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇടതു വലതു മുന്നണികൾ രൂപം കൊണ്ടത് 1979 അന്നു മുതൽ കേരള രാഷ്ട്രീയം 2 മുന്നണികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. അതിനുശേഷം എത്തിയ BJPക്ക് 15% വരെ ജനപിന്തുണ ഉണ്ടായിട്ടും നല്ല കൂട്ടുകാരെ കിട്ടാത്തതുകൊണ്ട് നിയമസഭയിലോ ലോക്സഭയിലോ കാര്യമായ നേട്ടം ഉണ്ടാക്കാനായില്ല. മുന്നണികൾ ഉണ്ടായ കാലത്ത് ഓരോ കക്ഷിക്കും കിട്ടുന്ന സീറ്റുകൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ടെങ്കിൽ, ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ മുന്നണിയിൽ കർശനമായ ചർച്ച നടക്കും, മാറ്റങ്ങൾ വരുത്തും. സിൽവർ ലൈൻ പോലുള്ള ജനകീയ സമരങ്ങളെ മുന്നണി വിവേകത്തോടെ നേരിടും. മുഖ്യമന്ത്രി പറയുന്നതല്ല കാര്യങ്ങൾ എങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കും. കേരള വികസന രേഖ പാർട്ടിയിലല്ല മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടത്, മുന്നണിയിലാണ്. ജയിച്ച സീറ്റ് തോൽക്കുന്നതുവരെ ഒരു കൂട്ടർക്ക് എന്ന രീതിയൊന്നും കണ്ണടച്ച് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഒരു യജമാനനും കുറെ അടിയാന്മാരുമായി. യജമാനൻ എല്ലാം നിശ്ചയിക്കും, അടിയാന്മാർ വാങ്ങി തല വണങ്ങി മാറും. പല കക്ഷികൾക്കും പേരല്ലാതെ കാര്യമായി ജനപിന്തുണ ഇല്ലാതായി. പല മുന്നണിയിലും ഒന്നിച്ചിരുന്നപ്പോഴും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ചെറിയ കക്ഷികളെ ഇല്ലാതാക്കുവാൻ യജമാനന്മാർ നോക്കി. ഇരു മുന്നണിയിലും ഏറെ വ്യത്യാസമല്ല കാര്യങ്ങൾ. ഇടത്ത് CPM കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇഷ്ടദാനം പോലെ കുറെ ദാനങ്ങൾ കൂടെയുള്ളവർക്ക് നൽകുന്നു. മത്സരിക്കാനുള്ള സീറ്റുകൾ മാത്രമല്ല, മന്ത്രിസഭയിലെ വകുപ്പുകൾ പോലും യജമാനൻ നിശ്ചയിക്കുന്നു. വകുപ്പുകളുടെ പ്രാധാന്യം പോലും അറിയാത്ത പല ഘടകകക്ഷിക്കാരും അതിനോട് ചേർന്നുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പേടിച്ച് അത് ചോദിക്കുന്നുമില്ല. ഘടകകക്ഷികളുടെ വകുപ്പുകളിൽ പോലും യജമാനനാണ് ഭരണം നടത്തുന്നത്. ഇതെല്ലാം പാർട്ടിക്കാർക്ക് മാത്രമല്ല, ജനങ്ങൾക്കും വിനാശകരമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഒരു കുഴപ്പവുമില്ലെന്ന് പിണറായി പറഞ്ഞതുപോലെ ജനങ്ങളെ വല്ലാതെ സംശയത്തിലാക്കുന്ന പ്രഖ്യാപനങ്ങൾ വരുന്നു. ഘടകകക്ഷികളുടെ ഓഫീസുകളിൽ കാര്യങ്ങൾ നടത്തുന്നത് AKG സെന്ററിലെ നോമിനികളായി. പാർട്ടി വഴി നടത്താനാകാത്ത കാര്യങ്ങൾ ഘടകകക്ഷികളുടെ ചെലവിൽ
നടത്തിക്കുവാൻ വരെ മുഖ്യമന്ത്രിക്കാവുന്ന നിലയിലായി കാര്യങ്ങൾ. നാട്ടിൽ നടക്കുന്ന എല്ലാ അഴിമതിയിലും സഖാക്കളുടെ പങ്ക് അന്തരീക്ഷത്തിൽ പരക്കുന്നു. സർക്കാരും പോലീസും ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് ആരും പിടിക്കപ്പെടുന്നില്ല. ഒരാഴ്ചയായി കൊച്ചി നഗരത്തെ വിഷപ്പുകയിൽ കൊല്ലുന്ന ബ്രഹ്മപുരം ദുരന്തത്തിൽ പോലും സഖാക്കളുടെ ജനപക്ഷപാതം ഉണ്ടാക്കിയ അപകട സാധ്യത തെളിയുന്നു. കൊച്ചിയിൽ മാത്രമല്ല, കോഴിക്കോടും ഈ ഏജൻസിക്കാണ് കരാർ. അവിടെ ഇതുവരെ തീ ഉണ്ടാകാത്തതുകൊണ്ട് ആരും അറിഞ്ഞിരുന്നില്ല. വേറെ ഏതെല്ലാം നഗരസഭകളിൽ ഇവർക്ക് കോൺട്രാക്ട് കിട്ടിയിരിക്കുമോ ആവോ? ഇത്തരം ദുരന്തമുഖത്തും കരാറുകാരനെ സഹായിക്കുവാൻ കുട്ടി സഖാക്കൾ ചാനലിൽ ആവേശത്തോടെ നിറയുന്നു. സഹകരണ സംഘങ്ങൾ വഴി നടക്കുന്ന തട്ടിപ്പുകളിലും സഖാക്കളാണ് കൂടുതൽ പ്രതികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനം അടയ്ക്കുന്ന നികുതി പോലും ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നു. വെട്ടിപ്പ് 1-2 ദിവസത്തെ ബഹളം, പിന്നെയെല്ലാം പഴയതുപോലെ. ട്രഷറിയിൽ നിന്നും വെട്ടിപ്പ് നടത്തിയവരെ പോലും പിരിച്ചുവിടാനാകുന്നില്ല. ഒറ്റ കാരണം മാത്രം, സഖാക്കളാണ്. ലോകത്ത് നടക്കുന്ന എല്ലാം കാണുന്ന പാർട്ടി നേതാക്കൾ മൂക്കിന് താഴെ നടക്കുന്ന ജനദ്രോഹം ശ്രദ്ധയിൽപ്പെടാതെ ജനകീയ പ്രതിരോധ സമരവുമായി മുന്നോട്ടു പോകുന്നു. വിഴിഞ്ഞം സമരം പോലുള്ള ജനകീയ സമരങ്ങളെ അദാനിക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നു. സമരം നിർത്തിയാൽ പോലും കേസ് പിൻവലിക്കാതെ പീഡിപ്പിക്കുന്നു. ഫലത്തിൽ ജനം മടുക്കുകയാണ്. ഈ മടുപ്പ് ശരിക്കും ഫലമണിയുവാൻ ഇന്നത്തെ മുന്നണി ബന്ധങ്ങൾ കൂടി പൊളിയണം. ജനാധിപത്യ മുന്നണിയിലാണെങ്കിൽ കോൺഗ്രസ് ആണ് വളരെ കാലമായി എല്ലാം തീരുമാനിക്കുന്നത്. അവിടെ വഴക്കോട് വഴക്കാണ്. ആരും ആരെയും അംഗീകരിക്കില്ല. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്നവർ പലരുണ്ട്. അവർ പരസ്പരം വെട്ടാൻ നോക്കുന്നു. കോൺഗ്രസിനാണെങ്കിൽ മുന്നണി വേണമെങ്കിലും ലോക്സഭയിലെ 20 സീറ്റും നിയമസഭയിലെ 140 സീറ്റും രാജ്യസഭയിലെ 9 സീറ്റും കിട്ടിയാലും തികയില്ല. കിട്ടാത്തിടത്ത് റിബലും കാലുവാരലും എല്ലാം നടക്കും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും അവർ തോറ്റതിന് പ്രധാന കാരണം മുഖ്യമന്ത്രി ആകാനുള്ള പലരുടെയും കൊതിയാണ്. അതുകൊണ്ട് ഇനി കുറെ കാലത്തേക്ക് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്ത ജനാധിപത്യ മുന്നണി വരണം. നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയ പ്രഗത്ഭനായ KM മാണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുവാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുറെ കാലത്തേക്ക് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ദുസ്ഥിതിയിൽ ജനാധിപത്യ മുന്നണി എത്തുമായിരുന്നു. പകരം അദ്ദേഹത്തെ ബാർക്കോഴ കേസിൽ കുടുക്കി. കോൺട്രാക്ടർമാർ പിരിച്ച 10 കോടിയിൽ 1 കോടിയാണ് മാണിക്ക് കൊടുത്തതായി പറയുന്നത്. ബാക്കി 9 കോടിയും തങ്ങൾക്ക് കിട്ടിയതായിരുന്നു എന്ന് പോലും മനസ്സിലാക്കുവാൻ കോൺഗ്രസിന് സാധിക്കാതെ പോയി. അല്ലെങ്കിൽ ബാബു കൂടി വീണാൽ ഉമ്മൻചാണ്ടി കുറെ കൂടി ദുർബലനാകുമല്ലോ എന്ന് കരുതി. 1969 കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് കരുണാകരൻ വഴിയൊരുക്കിയത് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല, മന്ത്രിസ്ഥാനം പോലും വേണ്ടെന്ന് വെച്ചാണ്. 1969 CPIയിലെ അച്യുതമേനോൻ മന്ത്രിസഭയിൽ അംഗത്വം പോലും എടുക്കാതെ കോൺഗ്രസ് കളിച്ചു. 1970 അവർ CPIയെ നയിച്ച മുന്നണിയിൽ അംഗമായി. അന്ന് കോൺഗ്രസ് മത്സരിച്ചത് 52 സീറ്റിലാണ്. CPI 29 സീറ്റിലും ലീഗ് 20 സീറ്റിലും മത്സരിച്ചു. 1977 കേരളം തൂത്തുവാരി കരുണാകരൻ മുഖ്യമന്ത്രിയായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ മത്സരിച്ചത് 54 സീറ്റിലാണ്. ആ സർക്കാരിനും മുന്നണിക്കും ആയുസ്സെത്തിയില്ല എന്നത് വേറെ ചരിത്രം. 1979 ഇന്നത്തെ ജനാധിപത്യ മുന്നണി ഉണ്ടായതാണ് ഇന്ദിരാ കോൺഗ്രസിന് ശാപമോക്ഷം കൊടുത്തത്. അടിയന്തരാവസ്ഥയുടെ ശാപം പേറിയ ഇന്ദിരാ കോൺഗ്രസുകാരെ അന്ന് ആർക്കും വേണ്ടായിരുന്നു. ഇടതുമുന്നണിക്കാർ വിജയസാധ്യത നോക്കി ആന്റണി കോൺഗ്രസിനെയും മാണി കേരള കോൺഗ്രസിനെയും ഇടതുമുന്നണിയിൽ കൂട്ടി. മാണിയേക്കാൾ ജോസഫിനോടായിരുന്നു ആന്റണിക്ക് താൽപര്യം. നിലവിലുണ്ടായിരുന്ന വലതുമുന്നണിയിൽ ആന്റണിക്കാരും ലീഗും ജോസഫും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. മുന്നണി പിരിച്ചുവിട്ടപ്പോൾ 3 കൂട്ടരും ഒന്നിച്ച് ഇടതുമുന്നണിയിൽ ചേരാൻ നോക്കിയതാണ്. EMS സമ്മതിച്ചില്ല. ജോസഫിനെ വേണ്ട, മാണിയെ മതി എന്ന് തിരുമേനി പറഞ്ഞു. അഖിലേന്ത്യാ ലീഗ് പണ്ടേ ഇടത്തുണ്ടായിരുന്നതുകൊണ്ട് മുസ്ലിം ലീഗിനെയും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ആന്റണിയെയും ഒന്ന് കൊച്ചാക്കി. ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒരു കുറുമുന്നണിയും ഇല്ലാതാക്കി. അത് പക്ഷേ കരുണാകരന് അവസരമായി. 1979 CPIയുടെ PK വാസുദേവൻ നായർ രാജിവെച്ചപ്പോൾ തന്നെ ലീഗിന്റെ CH മുഹമ്മദ് കോയെ മുഖ്യമന്ത്രിയാക്കി. 1969 കളി കരുണാകരൻ കളിച്ചു തുടങ്ങി. 1981 മാണിയെയും ആന്റണിയെയും പുറത്തു ചാടിച്ച് നായനാരെ വലിച്ചിട്ട് മുഖ്യമന്ത്രിയായപ്പോൾ കരുണാകരൻ നന്ദി കാണിച്ചു. CHനെ ഉപമുഖ്യമന്ത്രിയാക്കി. 1982 തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ മന്ത്രിസഭയിലും CH ഉപമുഖ്യമന്ത്രിയായി. അദ്ദേഹം മരിച്ചപ്പോൾ ആവുകാദർ കുട്ടി സഹയും ഉപമുഖ്യമന്ത്രിയായി.
ആർക്കും വേണ്ടാത്തവർ ഒന്നിച്ചുകൂടി 1979 ഉണ്ടാക്കിയ ജനാധിപത്യം പക്ഷേ ആ നിയമസഭയുടെ കാലത്ത് തന്നെ അധികാരവും പിടിച്ചു. പിന്നീട് കരുണാകരൻ ലീഗിനെ മാത്രം കൂടെ നിർത്തി മറ്റുള്ളവരെ എല്ലാം ഒതുക്കി. കുരങ്ങൻ അപ്പം പങ്കുവച്ചതുപോലെ കോൺഗ്രസിന് നിയമസഭയിലും ലോക്സഭയിലും സീറ്റുകളുടെ എണ്ണം കൂട്ടി. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ നിയമസഭയിൽ 87 വരെ ആയി. കാലം ചാർത്തിയ പോളകളെല്ലാം ഉപേക്ഷിച്ച് ശരിക്കും വിജയം ലക്ഷ്യം കണ്ട് മുന്നണി വികസിപ്പിക്കുവാൻ സാധിച്ചാൽ കോൺഗ്രസിന് തിരിച്ചുവരാനാകും. സർക്കാർ വിരുദ്ധ വികാരം മുതലാക്കാനും സാധിക്കും. പ്രധാനമന്ത്രി പദം വേണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രതിപക്ഷ ഐക്യത്തെ തകർക്കില്ലെന്ന ഗാർഗിയുടെ നിലപാടാണ് കേരളത്തിലും വേണ്ടത്. അല്ലെങ്കിൽ ഇത്രയും ജനവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും CPM പലതും കളിക്കും. പിണറായിയെ മാറ്റാം, ഇപ്പോഴത്തെ കഥാപാത്രങ്ങളെ എല്ലാം മാറ്റാം, അങ്ങനെ പലതും. 1979 CPI കോൺഗ്രസ് മുന്നണി വിട്ടതും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം വരെ വിട്ടതും സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവാതിരുന്നത് കൊണ്ടാണെങ്കിലും പറയുന്ന കാരണം ഇടതു പാർട്ടികളുടെ ലയനമായിരുന്നു. ആ ലയനം 2023 ആയിട്ടും നടന്നിട്ടില്ല. ഇടതു ശക്തി തന്നെ വല്ലാതെ ക്ഷയിച്ചു. അന്ന് CPMന് ബംഗാളും ത്രിപുരയും കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിൽ വട്ടപൂജ്യമായി. അവിടുത്തെ സഖാക്കൾക്ക് വേണ്ടി ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. മുല്ലപ്പെരിയാർ വിറ്റും തമിഴ്നാട്ടിൽ സീറ്റ് മേടിക്കുവാൻ ചിലർക്കായതുപോലെ CPIക്ക് ഒന്നും സാധിക്കില്ലല്ലോ. ത്രിപുരയിൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചതുകൊണ്ട് CPMന് കുറെ സീറ്റ് കിട്ടി. ഇടത് സഖ്യം എന്ന പേരിൽ ഇപ്പോൾ വല്ലാത്ത നഷ്ടം സഹിക്കുന്ന പാർട്ടിയാണ് CPI. ഇനിയും ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണമെങ്കിൽ CPI വലതുമുന്നണിയിൽ എത്തണം. ഇന്നത്തെ ഇടതുമുന്നണിയിൽ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ കണ്ണുവെക്കാനാവാത്ത കാനത്തിന് അവിടെ മത്സരിക്കാനും സാധിക്കും. ജയിച്ചാൽ മുഖ്യമന്ത്രി പദവി പോലും കിട്ടാം. CPIയുടെ കേരളത്തിലെ വളർച്ചയ്ക്കും നല്ലത് അവർ CPM വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നതാണ്. ആലപ്പുഴ പോലെ CPMുമായി ഉടക്കുന്ന സഖാക്കളെ സ്വീകരിക്കുവാൻ അവർക്കാകും. TJ ആഞ്ചലോസിനെ പോലെയുള്ളവർക്ക് മത്സരിക്കുവാനും ജയിക്കുവാനും അവസരം ഉണ്ടാകും. കേരള കോൺഗ്രസിന് കോൺഗ്രസ് വിരുദ്ധ ചേരിയിലും CPIക്ക് CPM വിരുദ്ധ ചേരിയിലും കൂടുതൽ പ്രയോജനമാകും. വലതുമുന്നണിയിലുള്ള CPI വളരുന്നതിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ട് വരില്ല. അവർക്ക് സഹായിക്കാം. അതുപോലെ CPI വന്നാൽ കുറെ കൂടി മുന്നണി മര്യാദകൾ പാലിക്കുകയും ചെയ്യും. കേരളത്തിൽ 4 മന്ത്രിമാരുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ഈ കൂട്ടുകൊണ്ട് CPIക്ക് വലിയ പ്രയോജനം ഒന്നുമില്ല. CPM തനിപ്പിടി നടത്തുന്നുമുണ്ട്. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പദവി അടക്കമുള്ള സാധ്യത ജനാധിപത്യ മുന്നണിയിലെത്തിയാൽ CPIക്കുണ്ട്. അവർ കൂടെ ചെന്നാൽ ലീഗും CPIയും പിന്നെ കേരള കോൺഗ്രസും RSPയും അടങ്ങുന്ന മുന്നണിക്ക് ഒരു ഉണർവുണ്ടാകും. പരിപാടികൾ ചർച്ച ചെയ്യും. കോൺഗ്രസുകാർ വഴക്കു നിർത്തേണ്ടി വരും. അതുണ്ടാകണമെങ്കിൽ CPI ജനാധിപത്യ മുന്നണിയിൽ ചെല്ലണം. അത് ഒരു മുന്നണിയാക്കുവാൻ CPI കൂടി ചെന്നാൽ സാധിക്കും. ഒരാഴ്ചയായി വിഷപ്പുക തിന്നുന്ന കൊച്ചിക്കാർ അനുഭവിക്കുന്ന വിഷപ്പുകയുടെ ഒരു കാരണം അവിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് കരാർ എടുത്തിരിക്കുന്ന ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വന്റെ മരുമകൻ രാജ്കുമാറിന്റെ കമ്പനി സോണ്ട ഇൻഫ്രാടെക് ആണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അവർക്ക് കോൺട്രാക്ട് കൊടുത്തതിൽ അഴിമതി ഉണ്ടെന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ അന്വേഷിച്ച് സത്യം കണ്ടെത്തുവാൻ വിശ്വൻ തന്നെ ആവശ്യപ്പെട്ടു. പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന സത്യത്തെക്കുറിച്ച് വിശ്വനുള്ള വിശ്വാസം കൊണ്ടാണ് ഈ സമീപനം എന്ന് പറയുന്നവരുണ്ട്. അഥവാ CBI എങ്ങാനും വന്നേക്കും എന്ന് കണ്ടാൽ വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ച് അവർ എത്തുന്നതിന് മുൻപ് രേഖകളെല്ലാം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യാം. നമ്മുടെ നാട്ടിലെ പോലീസ് മാത്രമല്ല, ലോകായുക്ത പോലെയുള്ള സംവിധാനങ്ങളും സാധാരണക്കാരുടെ വിശ്വാസം കെടുത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസ് വിചാരണ പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും വിധി വരുന്നില്ല. ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയ്ക്ക് എതിരായ അന്വേഷണവും അങ്ങനെ നടക്കുന്നു. അത് വേറൊരു കഥ. എന്നാലും തന്റെ മകന്റെ വൈദേകം റിസോർട്ടിനെ കുറിച്ച് എന്നോട് എന്തിനു ചോദിക്കുന്നു എന്ന ഇടതുമുന്നണി കൺവീനർ EP ജയരാജന്റെ നിസ്സംഗത അദ്ദേഹം കാണിക്കാതിരുന്നത് ഭാഗ്യം. വൈദേകം റിസോർട്ടിന് ആദായ നികുതിക്കാർ ചോദിച്ച രേഖകൾ ഹാജരാക്കുവാൻ സാധിക്കുന്നില്ല. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ് 400 വർഷം കൊണ്ടുണ്ടായ പുരോഗതിയാണ് CPM പരിപാടിയിടുന്നത് എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിരോധ ജാഥയിൽ പറയുന്നത്. 400 വർഷം കഴിഞ്ഞ് എന്ത് മാറ്റം ഉണ്ടാകുമെന്നറിയാൻ മാർഗമുണ്ട്. വലിയ സഖാക്കളുടെ മക്കൾ അവരെല്ലാം ഇപ്പോൾ തന്നെ ആ സ്ഥിതിയിലായി. കോൺഗ്രസ് നേതാവായ ടോണി ചിമ്മനി രേഖകൾ ചൂണ്ടി പറയുന്നത് കൊച്ചിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് 10 കോടിയുടെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ള കമ്പനിയെ നിയോഗിക്കണം എന്നാണ് വ്യവസ്ഥ. വിശ്വന്റെ മരുമകന്റെ വക സോണ്ട ഇൻഫ്രാടെക് ആദ്യം കൊടുത്തത്
തിരുനെൽവേലിയിൽ 8.50 കോടിയുടെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തതിന്റെ രേഖയായിരുന്നു. യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ടെൻഡർ കൊടുത്തില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ 10.3 കോടിയുടെ രേഖയുമായി വന്ന് ടെൻഡർ നേടി. സ്ക്രൂട്ടിനി കമ്മിറ്റി എല്ലാത്തിനും കൂട്ടുനിന്ന കഥ തമിഴ്നാട്ടിൽ നിന്നും വന്ന പ്രാപ്തി തെളിയിച്ച ഒരു കമ്പനിയെ ഇടതുപക്ഷക്കാർ അഴിമതി ആരോപണം ഉന്നയിച്ച് ഓടിച്ച ശേഷമാണ് ഈ കരാറിൽ ഏർപ്പെട്ടതെന്നും ടോണി ആരോപിച്ചു. പൂർത്തിയാകുന്നില്ല. കോഴിക്കോട് നഗരസഭയിലും ഇവർക്കു തന്നെ ടെൻഡർ കിട്ടി. പാവം വിശ്വൻ ഒന്നും അറിഞ്ഞിട്ടില്ല. വേറെ ഏതെങ്കിലും നഗരസഭകളിൽ ഇവർ കരാറുകാരാണ് എന്നെല്ലാം സാവകാശം അറിയാം. കൊച്ചി കോർപ്പറേഷൻ 11 കോടിയുടെ ജോലി കൊടുത്തു. കമ്പനി 8.5 കോടിയുടെ പണി ചെയ്തു. ഇതിൽ 4.5 കോടിയാണ് കൊടുത്തത്. ബാക്കി പിള്ളേർക്ക് കിട്ടിയതുമില്ല, വിശ്വൻ പറഞ്ഞു. കോവിഡ് പോലും കച്ചവട സാധ്യതയാക്കിയവർക്ക് എന്ത് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് വിഷയം. ഏതായാലും കളക്ടർ രേണുരാജ് സ്ഥലം മാറ്റപ്പെട്ടു. ആലപ്പുഴയിൽ ഭർത്താവിന് അവസരം കൊടുത്ത് മാറിയതായിരുന്നു രേണുരാജ്. ഭർത്താവ് അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ രേണുവും. അണിയറ കാരണങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ഏതായാലും വിഷപ്പുക കൈകാര്യം ചെയ്തതിലെ പാളിച്ചയാണ് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ആരോടും ചോദിക്കാതെ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുന്നത് പോലുള്ള വിവാദ തീരുമാനങ്ങൾ രേണു പണ്ടും എടുത്തിട്ടുണ്ട്. വിഷപ്പുക വന്നപ്പോൾ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചു. 8ാം ക്ലാസ്സുകാർ മുതലുള്ളവരെ പുകയ്ക്ക് പേടിയാണോ കളക്ടറെ? ആരോ ഫേസ്ബുക്കിൽ ചോദിച്ചത് വൈറലായി. വയനാട്ടിൽ എന്തെല്ലാമാവുമോ പരിഷ്കാരങ്ങൾ. കേരളത്തിലെ ഏഷ്യനെറ്റ് ചാനലിനെതിരെ പോക്സോ കേസ് ചുമത്തി അവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുവാൻ കേരള പോലീസ് കാണിച്ച ആവേശം അഭിനന്ദനീയമാണ്. പോക്സോ കേസുകൾ ഇത്ര ജാഗ്രതയോടെ അന്വേഷിക്കണം. വാളയാറിലും കണ്ടതാണ് കേരള പോലീസിന്റെ ആവേശം. അവിടെ കുറ്റവാളികളെ ഭംഗിയായി രക്ഷിച്ചെടുത്തു. പക്ഷേ കോടതി സമ്മതിച്ചില്ല. അന്വേഷണം വീണ്ടും വന്നു. എന്നാൽ എന്താ, അവർക്ക് കണ്ടുപിടിക്കുവാൻ തുമ്പു വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? ഏഷ്യനെറ്റ് കേസിൽ കാണിച്ച ആവേശത്തിന് പിന്നിൽ പോലീസ് ഇടത് നാർക്കോട്ടിക് ബന്ധമാണെന്ന് മാലോകർക്ക് സംശയമുണ്ട്. വടകര അഴിയൂർ സ്വദേശിയായ ഒരു പെൺകുട്ടിയാണ് തന്നെ കെണിയിലാക്കിയ നാർക്കോട്ടിക് മാഫിയയെക്കുറിച്ച് 2022 ഡിസംബറിൽ പരാതി കൊടുത്തത്. കബഡി ക്ലാസ്സിലെ എന്റെ കൂട്ടുകാരി എന്നെ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തി. അവർ എനിക്ക് ബിസ്ക്കറ്റ് തന്നു. അവർ എന്നെ ദിവസവും കാണും, ബിസ്ക്കറ്റ് തരും. അത് മയക്കുമരുന്ന് ചേർത്തതായിരുന്നു എന്നറിഞ്ഞത് വളരെ പിന്നീടാണ്. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ തന്നെ ഒരു പുരുഷന്റെ അടുത്ത് കൊണ്ടുപോയി. അവരുടെ കാമുകനാണെന്ന് പറഞ്ഞു. അയാൾ എനിക്ക് വെളുത്ത പൊടി തന്നു. എന്നെ കൊണ്ട് അത് ശ്വസിപ്പിച്ചു. പിന്നീട് ഈ പൊടിയുടെ ഒരു പാക്കറ്റ് വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു. താൻ സമ്മതിച്ചില്ല. കുറെ ദിവസം കഴിഞ്ഞ് കണ്ടപ്പോൾ അയാൾ ഒരു ഇഞ്ചക്ഷൻ നൽകി. തലശ്ശേരിയിൽ ഒരാൾക്ക് കൊടുക്കുവാൻ കൊണ്ടുപോയി. ആ കുട്ടി പോലീസിനോട് പറഞ്ഞു. പക്ഷേ സംഭവം പോക്സോ കേസാണെന്ന് പോലും ചെമ്പോല പോലീസ് ഓർത്തില്ല. പെൺകുട്ടി പറഞ്ഞതിൽ വിശ്വാസം പോരാ. പോലീസ് നടപടി എടുത്തില്ല. 2 ഡിവൈഎഫ്ഐക്കാരായ 2 പേർ കേസ് പിൻവലിക്കണം എന്ന് പെൺകുട്ടിയെയും വീട്ടുകാരെയും നിർബന്ധിക്കുകയും ചെയ്തു. ഇതാണ് മയക്കുമരുന്നുകാരുമായി കുട്ടി സഖാക്കൾക്കും ആ കേസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടതിന് ഏഷ്യനെറ്റിനെതിരെ കേസ് വന്നത്. നവംബർ 22-ന് വിവരം അറിഞ്ഞ ന്യൂസ് ചാനൽ പോലീസിനെ അറിയിച്ചില്ലെന്നത് ഒന്നാമത്തെ കുറ്റം. അടുത്തത് ആ സംഭവം മയക്കുമരുന്ന് കച്ചവടം ഹീനമായ കുറ്റം എന്ന പരിപാടിയിൽ 2ാം വട്ടം സംപ്രേഷണം ചെയ്യുമ്പോൾ ആദ്യത്തെ കുട്ടിയുടെ ഓഡിയോയ്ക്കൊപ്പം മറ്റൊരു കുട്ടിയുടെ വിഷ്വൽ സംപ്രേഷണം ചെയ്തു എന്ന കേസ്. 2ാമത്തെ സംപ്രേഷണത്തിലും കുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തമാകുന്നില്ല. ആദ്യത്തെ ഓഡിയോ തന്നെയാണ് സംപ്രേഷണം ചെയ്തത്. അത്ര വലിയ തെറ്റോ എന്ന് ആരും ചോദിച്ചു പോകുന്ന സംഭവം. മയക്കുമരുന്ന് കച്ചവടക്കാരോടും ചില പ്രത്യേക വിഭാഗക്കാരോടും സഖാക്കളും പോലീസും കാണിക്കുന്ന പക്ഷാപാതപരമായ നിലപാടിനെ കുറിച്ച് ആക്ഷേപങ്ങൾ വ്യാപകമാണ്. ഇവരെല്ലാം ആ കച്ചവടത്തിൽ പല വിധത്തിൽ കണ്ണികളാണ് എന്ന് സംശയിച്ചു പോകും വിധമാണ് കാര്യങ്ങൾ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും സർക്കാർ നീക്കം ചെയ്ത എം രമ ഫെബ്രുവരി 23-ന് ഉന്നയിച്ച ആക്ഷേപങ്ങൾ കൂട്ടി വായിക്കപ്പെടണം. കോളേജ് ക്യാമ്പസിൽ റാഗിങ്ങും മയക്കുമരുന്നും അസന്മാർഗിക പ്രവർത്തനങ്ങളും വ്യാപകമായി നടക്കുന്നു എന്നും SFIക്കാരാണ് നേതൃത്വമെന്നും അവർ പറഞ്ഞു. അവരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ട് സ്ഥലം മാറ്റി. അതുകൊണ്ട് ക്യാമ്പസിൽ നടക്കുന്ന കച്ചവടങ്ങൾ ഇല്ലാതാകില്ലല്ലോ. കുടിവെള്ളം സംബന്ധിച്ച പരാതിയുമായി ചെന്ന വിദ്യാർത്ഥികളെ ഓഫീസിൽ പ്രിൻസിപ്പൽ പൂട്ടിയിട്ടു എന്ന പരാതിയിലാണ് അവരെ മാറ്റിയത്. പ്രിൻസിപ്പലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 16 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. രമ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഏതായാലും വനിതാ പ്രിൻസിപ്പൽമാരോട് വനിതാ വിമോചനക്കാരായ SFIക്കാർ സ്വീകരിക്കുന്ന സമീപനം ഗംഭീരമാകുന്നുണ്ട്. ഒരു പ്രിൻസിപ്പലിന്റെ കസേരയിൽ റീത്ത് വെച്ച് ബഹുമാനിച്ചിട്ട് ഏറെ കാലമായില്ല.
ബ്രണ്ണൻ കോളേജിലെ SFIയുടെ വിചിത്ര പോസ്റ്റും ഇവിടെ ചേർത്ത് കാണണം. കുരിശിൽ തറച്ച പെൺകുട്ടിയായിരുന്നു അവിടെ ചിത്രീകരിക്കപ്പെട്ടത്. തൂങ്ങുന്ന മൂലകളുള്ള പെൺകുരിശ്. ക്രൈസ്തവരെ വേദനിപ്പിക്കാനല്ല സ്ത്രീകളുടെ പീഡനത്തെക്കുറിച്ച് പോസ്റ്റ് ഉണ്ടാക്കിയതെന്ന് പറയുന്നവരുടെ തനി നിറമാണ് ഈ പ്രഥമ അധ്യാപികമാർ. മയക്കുമരുന്ന് അടിക്കുന്നവർക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് തീർച്ചയില്ലല്ലോ എന്ന് പരിഹസിക്കുന്നവരും ഉണ്ട്. ഇവർക്കെല്ലാം പോലീസ് കൂട്ടുനിൽക്കുന്നതാണ് സമൂഹത്തിലെ യാഥാർത്ഥ്യം. 2021 സെപ്റ്റംബർ 8 സമൂഹത്തിൽ പടരുന്ന നാർക്കോട്ടിക് ജിഹാദിനെതിരെ പറഞ്ഞ പാലാ പിതാവിനെതിരെ സഖാക്കൾ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണെന്ന് സമകാലീന സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ആലപ്പുഴയിൽ മയക്കുമരുന്നുമായി പിടികൂടിയ ലോറി ഒരു പ്രമുഖ സഖാവിന്റെ. അതിലുണ്ടായിരുന്ന യാത്രക്കാരും കട്ട സഖാക്കൾ. ഏഷ്യനെറ്റിന്റെ പരിധിവിട്ട ധിക്കാരപരമായ പെരുമാറ്റങ്ങൾക്ക് കിട്ടിയ അടി എന്ന് കരുതുന്നവർ പോലും പോലീസ് കാണിക്കുന്നത് അതിക്രമമാണ് എന്ന പക്ഷക്കാരാണ്. അഭയ കേസിലും കത്തോലിക്ക സഭയ്ക്കെതിരെ വീണുകിട്ടുന്ന പ്രാണികളെ എല്ലാം ആഘോഷമാക്കുകയും ചെയ്യുന്നവരാണ് ഏഷ്യനെറ്റ്. അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ, കണ്ണൂർ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, പരാതിക്കാരി കുട്ടിയുടെ അമ്മ എന്നിവർ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഏഷ്യനെറ്റിലെ തന്നെ മറ്റൊരു റിപ്പോർട്ടറായ സാനിയോ മനോമിയാണ് പിണറായിക്ക് വേണ്ടി ചാനലിനെതിരെ സാക്ഷി. നവംബർ 22 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സാനിയോ മനോമിയാണ്. എന്നാൽ രണ്ടാമത്തെ സംഭവത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് രണ്ടാമത് ചാനലിൽ വന്ന് പറഞ്ഞത് ആദ്യത്തെ ഇരയല്ല എന്ന വാർത്ത പുറത്തായത്. സാനിയോയെ താനെയിലെ വീട്ടിലെത്തി പോലീസ് ചോദ്യം ചെയ്തു. ആദ്യത്തെ ഇന്റർവ്യൂ തന്റേതായിരുന്നുവെന്നും രണ്ടാമത്തെ ചിത്രീകരണത്തിൽ വരുന്നത് യഥാർത്ഥ ഇര അല്ലെന്നും സനോമി പോലീസിൽ മൊഴി കൊടുത്തു. ഏതായാലും ഏഷ്യനെറ്റ് കുടുങ്ങിയ മട്ടുണ്ട്. മാനേജ്മെന്റ് സാനിയോ മനോമിയെ കൊച്ചിക്കും നൌഫലിനെ കോഴിക്കോടിനും സ്ഥലം മാറ്റി. എല്ലാ മാധ്യമ സ്ഥാപനത്തിലും ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാകാറുണ്ട്. ഏതായാലും സാനിയോയുടെ മൊഴി ഏഷ്യനെറ്റിനെ ബുദ്ധിമുട്ടിലാക്കും. പത്രസ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട്. പക്ഷേ പത്രങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുന്നത് പത്രസ്വാതന്ത്ര്യത്തെ ആദരിക്കാത്തവരാണ്. അവർ ചുരുങ്ങിയത് മറ്റുള്ളവരെ കുറ്റം പറയാതെയെങ്കിലും ഇരിക്കുക. പോലീസിനെ തങ്ങൾക്ക് വേണ്ടി ശരിക്കും ദുരുപയോഗിക്കുകയാണ് സർക്കാർ. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് അടക്കം 3000 പേർ പ്രതികളായ വിഴിഞ്ഞം തുറമുഖ സമരക്കേസ് സജീവമായി നിൽക്കുന്നു. സമരം പിൻവലിച്ചിട്ടും കേസ് പിൻവലിക്കുന്നില്ല. എന്നാൽ മന്ത്രിമാർ അടക്കമുള്ള നിയമസഭ തല്ലിത്തകർത്ത കേസ് പിൻവലിക്കാൻ സർക്കാർ ഓടുകയാണ്. മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്നവർക്കെതിരെ കേസും കരുതൽ അറസ്റ്റും വരെ നടക്കുന്നു. പക്ഷേ സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളിൽ കേസില്ല. ശരിക്കും ഭയന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ ഉടൻ ഒന്നും ഫലം കാണാൻ ഇടയില്ല. EDയുടെ അന്വേഷണം ഉടനെ ഒന്നും എങ്ങും എത്താനിടയില്ല. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രനും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറും വെള്ളം കുടിക്കുന്നു എന്നത് സത്യം. പക്ഷേ ഈ കേസും ലാവ്ലിൻ പോലെ കിടക്കാനാണ് സാധ്യത. BJPക്ക് താല്പര്യം അതിലാവും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 75. 1948 മാർച്ച് 10 ഭാരതത്തിലെ പഴയകാല അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പ്രവർത്തകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മദ്രാസിലെ രാജാജി ഹാളിൽ പുനർജനിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർത്തമാനകാല കേരളത്തിലും ഭാരതത്തിലും നിർണായക രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി. മതാടിസ്ഥാനത്തിൽ മുസ്ലിമുകൾ പാകിസ്ഥാൻ രൂപീകരിച്ച പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ബാക്കി നിന്ന മുസ്ലിമുകളെ ജനദ്രോഹികളായി മുദ്രകുത്തപ്പെട്ടിരുന്ന കാലത്താണ് രാജാജി ഹാളിലെ ചരിത്ര സംഭവം. 1947 നവംബറിൽ കൊൽക്കത്തയിൽ നടന്ന അഖിലേന്ത്യാ ലീഗ് പിരിച്ചുവിടണമെന്ന ആവശ്യത്തിനായിരുന്നു മുൻതൂക്കം. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഗായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബും KM സിദി സാഹിബും മാത്രമാണ് എതിർത്തത്. അടുത്ത മാസം കറാച്ചിയിൽ മുഹമ്മദ് അലി ജിന്നയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ലീഗ് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. എന്നാൽ ആവശ്യമെങ്കിൽ ലീഗിന്റെ പ്രവർത്തനം തുടരാൻ പാകിസ്ഥാനിലേക്കും ഇന്ത്യക്കും ഓരോ കൺവീനർമാരെ തിരഞ്ഞെടുത്തു. ഇസ്മായിൽ സാഹിബായിരുന്നു ഇന്ത്യയുടെ കൺവീനർ. മുസ്ലിം ലീഗിന് യോഗം ചേരാൻ ആരും ഹാൾ കൊടുക്കാത്ത കാലത്താണ് മദിരാശി സംസ്ഥാനത്തെ ലീഗ് MLA-മാരുടെ സ്വാധീനത്തിൽ അന്നത്തെ മദിരാശി ആഭ്യന്തരമന്ത്രിയായ P. സുബ്ബരായൻ രാജാജി ഹാൾ വിട്ടുകൊടുത്തത്. സുബ്ബരായൻ മാത്രമല്ല, അന്നത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പോലും ലീഗ് തുടരരുത് എന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ രാജാജി ഹാളിൽ അന്ന് സമ്മേളിച്ച 51 മുസ്ലിം നേതാക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി പ്രവർത്തനം തുടരാൻ തീരുമാനിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ മാറിയ പരിസ്ഥിതിയിൽ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ പുരോഗതിക്കായി മുസ്ലിം ലീഗ് തുടരണം എന്ന പ്രമേയം പാസാക്കി. മലബാറിൽ നിന്നുള്ള PK മൊയ്തീൻകുട്ടി സാഹിബാണ് പ്രമേയം അവതരിപ്പിച്ചത്. 37 പേർ അനുകൂലിച്ചു, 14 പേർ എതിർത്തു. മലബാർ അടങ്ങിയ മദിരാശി സംസ്ഥാനത്ത് നിന്നും വന്ന 13 പേരും
ബാംഗ്ലൂരിൽ നിന്നും കുടകിൽ നിന്നുമുള്ള 5 പേരും ബോംബെയിൽ നിന്നുള്ള 4 പേരും മധ്യപ്രദേശിൽ നിന്നുള്ള ഒരാളും പ്രമേയത്തെ അനുകൂലിച്ചു. ഇസ്മായിൽ സാഹിബ് പ്രസിഡന്റും വിജയവാഡയിൽ നിന്നുള്ള അലി ബേഗ് സെക്രട്ടറിയായും ബോംബെയിൽ നിന്നുള്ള ഹസൻ അലി പി ഇബ്രാഹിം ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എക്കാലവും അവർ ബദ്ധശ്രദ്ധരായിരുന്നു. സാമുദായിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭരിക്കുന്ന പാർട്ടികളുടെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുവാൻ ശ്രദ്ധിച്ചു. കേരളത്തിൽ ലീഗിന്റെ വളർച്ച അസൂയാവഹമായിരുന്നു. ഭരിക്കുന്ന മുന്നണി ഏതായാലും ലീഗ് ആഗ്രഹിക്കുന്ന എന്തും കേരളത്തിൽ നടക്കും എന്ന നിലയിലായി കാര്യങ്ങൾ. കേരളത്തിലെ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പദവികൾ ലീഗ് വഹിച്ചു. കേന്ദ്ര മന്ത്രിസഭയിലും സ്റ്റേറ്റ് മിനിസ്റ്റർ പദവി വരെ വഹിച്ചു. മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും ന്യൂനപക്ഷ അവകാശങ്ങൾ ഏതാണ്ട് തങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിലടക്കം പല കാര്യങ്ങളിലും വർഗീയ നിലപാട് തന്നെ എടുത്തു. ലീഗ് മന്ത്രിമാരുടെ സ്റ്റാഫിൽ മുസ്ലിമുകൾക്ക് മാത്രമായി നിയമനം. അവരുടെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ അവരുടെ സമുദായക്കാർക്കായി പ്രാമുഖ്യം. ഇങ്ങനെ പലതും ലീഗിന്റെ നേട്ടങ്ങളാണ്. എങ്കിലും മുസ്ലിം സമൂഹത്തിൽ വളർന്നു വരുന്ന തീവ്രവാദികളുമായി തുലനം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് എക്കാലവും മിതവാദികളായിരുന്നു. പക്ഷേ കേരളത്തിൽ മുസ്ലിം തീവ്രവാദികൾ പെരുകിയതിൽ ലീഗിന്റെ സംരക്ഷണം കാരണമായിട്ടുണ്ട്. അനഭിമതരായ കുവൈറ്റികളെ കേരളത്തിൽ സ്റ്റേറ്റ് ഗസ്റ്റുകളായി സ്വീകരിച്ച മന്ത്രിമാരുണ്ടായി. മദിരാശിയിൽ വൻ ശക്തി പ്രകടനമാണ് 75ാം വാർഷികം സംബന്ധിച്ച് നടത്തപ്പെട്ടത്. ഷീലഹോന്റെ കാഴ്ചകൾ അടുത്ത ആഴ്ച.